പക്ഷെ ഞാൻ ഇത്തിരിയൊക്കെ ഒന്നും മാറിയില്ലെങ്കിൽ അത് എനിക്ക് തന്നെയാണ് ദോഷം എന്നുള്ളത് മനസ്സിലാക്കിയതുകൊണ്ട് ഇനി അതിൻ്റെ പേരിൽ ഇനി എന്നെ ആര് സിനിമയിൽ വിളിച്ചില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല. അങ്ങനെ വേണം, അങ്ങനെ ബോൾഡായിട്ട് ഒരു തീരുമാനം എടുത്ത വളരെ നന്നായി എന്നുള്ളൊരു അതിൻ്റെ പിന്നിൽ എന്താണെന്നുള്ളതൊന്നും വിഷയമല്ലല്ലോ. നമുക്ക് വേണ്ടാന്ന് തോന്നിയാൽ വേണ്ടാന്ന് വെക്കാന്നേ ഉള്ളൂ. മലയാളി ഒന്നടങ്കം ഇഷ്ടപ്പെടുന്നൊരു അഭിനേത്രിയാണ് കാവ്യ മാധവൻ. പ്രത്യേകിച്ചും കുടുംബ പ്രേക്ഷകരും യുവ പ്രേക്ഷകരും. ചെറുപ്പം മുതൽ അഭിനയ രംഗത്ത് വളരെ സജീവമായ താരം ദിലീപുമായുള്ള വിവാഹത്തോടെയാണ് അഭിനയത്തിൽ നിന്നും ഒരു ഇടവേളയെടുത്തത്. ദിലീപിൻ്റെയും കാവ്യയുടെയും കുടുംബവിശേഷങ്ങളെല്ലാം വളരെ പെട്ടെന്നാണ് ആരാധകരിലേക്ക് എത്തുന്നത്. അതറിയുവാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു ആരാധക വൃന്ദം തന്നെ കാവ്യ മാധവനുണ്ട്. ഭർത്താവിനും മക്കൾക്കുമൊപ്പം ചെന്നൈയിലാണ് ഇപ്പോൾ കാവ്യയുടെ താമസം. ദിലീപുമായി നടന്നത് കാവ്യയുടെ 2ാം വിവാഹമായിരുന്നു എന്ന കാര്യവും ഏവർക്കും അറിയാം. അതിനു മുമ്പ് 2009 നിഷാൽ ചന്ദ്രയുമായി കാവ്യയുടെ വിവാഹം നടന്നിരുന്നു. ഇപ്പോൾ ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ അന്നത്തെ വിവാഹ ജീവിതത്തെക്കുറിച്ച് വീണ്ടും മനസ്സ് തുറന്നിരിക്കുകയാണ് കാവ്യ മാധവൻ. കേരളം കണ്ട ഏറ്റവും വലിയ താരവിവാഹങ്ങളിൽ ഒന്നായിട്ടാണ് കാവ്യയുടെയും നിഷാൽ ചന്ദ്രയുടെയും വിവാഹം നടന്നത്. എന്നാൽ ഇരുവരുടെയും ദാമ്പത്യത്തിന് അധികകാലം ആയുസ്സുണ്ടായിരുന്നില്ല. മാസങ്ങൾക്കുള്ളിൽ അസ്വാരസ്യങ്ങളെ തുടർന്ന് ഇരുവരും വേർപിരിഞ്ഞു. തന്നെ പീഡിപ്പിച്ചു എന്നാരോപിച്ച് നിഷാലിനും കുടുംബത്തിനുമെതിരെ കാവ്യ കുടുംബ കോടതിയിൽ കേസ് നൽകുകയും ചെയ്തിരുന്നു. ഉഭയസമ്മതപ്രകാരം വിവാഹമോചനം ആവശ്യപ്പെട്ടാണ് ഇരുവരും കോടതിയെ സമീപിച്ചത്. വൈകാതെ രണ്ടുപേരും വിവാഹമോചനം നേടുകയും ചെയ്തു. നിഷാലും പിന്നീട് വിവാഹിതനായി. അതേസമയം തന്റെ വിവാഹ ജീവിതത്തിൽ താൻ നേരിട്ട കൈപ്പേറിയ അനുഭവങ്ങളെക്കുറിച്ച് തുറന്നു പറയുമ്പോൾ ഇപ്പോഴും ആ ഒരു ട്രോമ തന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ടെന്ന് പറയുകയാണ് കാവ്യ മാധവൻ. ജീവിതത്തിൽ വളരെ മോശമായ ചില സംഭവങ്ങൾ നടന്ന ശേഷമാണ് താൻ എത്രത്തോളം സ്ട്രോങ് ആണെന്ന് തിരിച്ചറിഞ്ഞത് എന്നാണ് കാവ്യ തന്റെ ആ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ കൂട്ടിച്ചേർക്കുന്നത്. കുഴപ്പം പിടിച്ചൊരു സാഹചര്യത്തിൽ പെട്ടുപോയി കഴിഞ്ഞാൽ അതിനെ എങ്ങനെ ഫേസ് ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു. അതൊരു വലിയ പോരായ്മയാണെന്ന് ഞാൻ മനസ്സിലാക്കിയത് ആ ഒരു കാലഘട്ടത്തിലാണ്. ഒരുപാട് ആളുകൾ വർഷങ്ങളോളമൊക്കെ സഹിക്കുമ്പോൾ കുറച്ച് മാസങ്ങൾ മാത്രമേ തൻ്റെ ജീവിതത്തിൽ അങ്ങനൊരു ഘട്ടം ഉണ്ടായിട്ടുള്ളൂ എന്നും കാവ്യ പറയുന്നു. താൻ ഉള്ളുകൊണ്ട് സ്ട്രോങ് ആണോ അല്ലയോ എന്ന് തിരിച്ചറിയുന്ന സാഹചര്യം അതിനു മുമ്പുണ്ടായിട്ടില്ല. ഫേസ് ചെയ്യേണ്ട അവസ്ഥ തനിക്ക് വന്നിട്ടില്ല. താൻ എത്രമാത്രം സ്ട്രോങ് ആണെന്നും തനിക്ക് അറിയില്ലായിരുന്നു. അന്ന് അതെല്ലാം തിരിച്ചറിയുവാനുള്ളൊരു സാഹചര്യമായിട്ട് ദൈവം തന്ന അവസരമായിട്ടാണ് തൻ്റെ ആദ്യ വിവാഹത്തെ താൻ ഇപ്പോൾ കാണുന്നതെന്നും കാവ്യ പറയുന്നു. ആദ്യം ഏതൊരു വ്യക്തിക്കും ഉണ്ടാവുന്ന പോലെ ആദ്യം ചില ഷോക്കുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ എന്തോ എനിക്ക് ചിലപ്പോൾ ദൈവം തന്നിട്ടുള്ളൊരു മറ്റൊരു കഴിവായിരിക്കും. എനിക്ക് ചിലപ്പോൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാക്കിക്കും. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ എനിക്കും അത് കവർ ചെയ്യാൻ ഭയങ്കര പ്രയാസമാണ്. ചിലപ്പോൾ വലിയ ഇഷ്യൂസൊക്കെ ഞാൻ ഭയങ്കര കൂളായിട്ട് എൻ്റെ അച്ഛനും അമ്മയ്ക്കും ചിലപ്പോൾ ധൈര്യം കൊടുക്കുന്നത് ഞാനായിരിക്കും. അങ്ങനൊരു കഴിവ് എനിക്ക് ദൈവം തന്നിട്ടുണ്ട്. എല്ലായ്പ്പോഴും അത് ഇതാവണം എന്നില്ല കേട്ടോ. അന്ന് ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാൻ ദൈവം തന്നൊരു ധൈര്യം, അവിടെ വെച്ചാണ് നമ്മൾ തന്നെ നമുക്ക് സ്വയം മനസ്സിലാവുക എന്ന സത്യം ഞാൻ തിരിച്ചറിഞ്ഞത് എന്നും കാവ്യ പറയുകയാണ്. പിന്നീട് ജീവിതത്തിൽ പലതരത്തിലുള്ള മാറ്റങ്ങളുണ്ടായി. താൻ കുറച്ചുകൂടി മെച്യൂർഡായി ചിന്തിക്കുവാൻ തുടങ്ങി എന്നും കാവ്യ പറഞ്ഞു. നേരത്തെ തനിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാതിരുന്ന പല കാര്യങ്ങളും ഇപ്പോൾ ഒറ്റയ്ക്ക് ഈസിയായി കൈകാര്യം ചെയ്യാൻ തനിക്ക് സാധിക്കുന്നുണ്ട്. മുമ്പൊരു സിനിമയുടെ സ്ക്രിപ്റ്റ് കേട്ടാൽ അത് നല്ലതോ ചീത്തയോ എന്ന് തിരിച്ചറിയുവാനുള്ള കഴിവ് തനിക്കുണ്ടായിരുന്നില്ല. വേണ്ടെന്ന് തോന്നിയാൽ നോ പറയുവാനുള്ള ധൈര്യമുണ്ടായിരുന്നില്ല. ഇപ്പോൾ അതിനെല്ലാം മാറ്റം വന്നു. ആളുകളെ മനസ്സിലാക്കുവാനും സാധിക്കുന്നുണ്ട്. അനുഭവങ്ങളാണല്ലോ മനുഷ്യനെ മാറ്റുന്നത് എന്നും പറഞ്ഞു വെക്കുകയാണ് കാവ്യ മാധവൻ. ക്രിട്ടിക്കൽ അനുഭവങ്ങൾ ഒന്നും മുമ്പ് തനിക്കുണ്ടായിരുന്നില്ല. താൻ ഒറ്റയ്ക്കൊന്നും ഫേസ് ചെയ്തിട്ടുമില്ല. എല്ലാത്തിനും ഇടവും വലവും അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു. ഒരു പ്രശ്നവും തന്നിലേക്ക് എത്താതെ അവർ തന്നെ തൻ്റെ ജീവിതത്തിലുടനീളം പൊതിഞ്ഞു പിടിച്ചു. അതുകൊണ്ട് തന്നെ യാതൊരു കാര്യപ്രാപ്തിയും ഇല്ലാതെയാണ് താൻ വളർന്നു വന്നത്. ഫംഗ്ഷൻ ഇടേണ്ട ഡ്രസ്സ് പോലും അമ്മയാണ് സെലക്ട് ചെയ്തിരുന്നത് എന്നാണ് കാവ്യ പറയുന്നത്. ദിലീപിനെ വിവാഹം ചെയ്തതിൻ്റെ പേരിൽ 8 വർഷം പിന്നിട്ടിട്ടും സൈബർ ആക്രമണം നേരിടുന്ന ഒരാളാണ് ഇന്നും കാവ്യ മാധവൻ. കേസും വിവാദങ്ങളും കെട്ടടങ്ങിയ ശേഷം 1 വർഷം മുമ്പ് മുതലാണ് കാവ്യ സോഷ്യൽ മീഡിയയിൽ വീണ്ടും ആക്റ്റീവായി തുടങ്ങിയത്. അതിനുശേഷമാണ് ദിലീപിനൊപ്പം പൊതുചടങ്ങുകളിലും സെലിബ്രിറ്റി ഫംഗ്ഷനുകളിലും മറ്റും എത്തിപ്പെടുവാനും തുടങ്ങിയത്. താൻ ജീവിതത്തിൽ നേരിട്ട ഓരോ കാര്യങ്ങളെയും
തൻ്റെ ജീവിതത്തിന് അനുകൂലമാകുന്ന രീതിയിൽ മാറ്റിയെടുക്കുവാനുള്ളൊരു കഴിവ് താൻ നേടിയെടുത്തതോടെയാണ് തൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു വെളിച്ചമുണ്ടായിരിക്കുന്നത് എന്ന് പറഞ്ഞു വെക്കുകയാണ് കാവ്യ മാധവൻ. മുന്നോട്ടുള്ള ജീവിതത്തിൽ ദിലീപിനും കുടുംബത്തിനോടുമൊപ്പം സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കുവാൻ കഴിയണേ എന്നൊരു പ്രാർത്ഥന മാത്രമേ തനിക്കുള്ളൂവെന്നും ആ അഭിമുഖത്തിൽ കാവ്യ മാധവൻ പറഞ്ഞു വെക്കുന്നു. സാമ്പത്തികമായിട്ട് ഞാൻ നേരത്തെ വാങ്ങിക്കുന്ന ശമ്പളം തന്നെയാണ് ഞാൻ ഇപ്പോഴും വാങ്ങിക്കുന്നത്. അതിലും എനിക്ക് വ്യത്യാസമൊന്നും ഉണ്ടായിട്ടില്ല. മനസ്സിൻ്റെ ഒരു സന്തോഷം. ഞാൻ സിനിമയിൽ നിന്നും മാറുന്നതിനുള്ളിൽ ഇത്രയും വർഷം നിന്നു, എന്നിട്ടും മലയാളത്തിലെ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള ലാലേട്ടൻ്റെയും മമ്മൂക്കയുടെയും നായികയാവാതെ ഞാൻ മാറി നിന്നു എന്നുള്ളൊരു വിഷമം എനിക്ക് എന്തെങ്കിലും ഉണ്ടാവാൻ പാടില്ല. ന്യൂസ് ഡെസ്ക് 24 ന്യൂസ് മലയാളം.